നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്നും അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത പുറത്തു വരികയാണ്. തിരുവനന്തപുരം കോവളത്തെ പാചക തൊഴിലാളിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. കോവള സ്വദേശിയായ രാജേന്ദ്രനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അയൽവാസിയായ പ്രതി രാജീവിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു. തന്റെ അമ്മയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുന്നത്. സഹോദരിയുടെ വീട്ടിലെ ടെറസിലായിരുന്നു രാജേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് കൊലപാതക സാധ്യത പരിശോധിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഡോക്ടറുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. വീടിന്റെ ടെറസിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും രാജീവിന് രാജേന്ദ്രനോട് വൈരാഗ്യവും പ്രതിയുടെ അമ്മയെ രാജേന്ദ്രൻ ഉപദ്രവിച്ചതിന്റെ പകയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൊലപാതകത്തിൽ അവസാനിക്കുകയായിരുന്നു. സെപ്റ്റംബർ 17-നാണ് രാജേന്ദ്രനെ സഹോദരിയുടെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് മുകളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ പരിശോധന നടത്തി ടെറസിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം രാജേന്ദ്രനാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ രാജേന്ദ്രന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കഴുത്തിൽ ശക്തമായി അമർത്തിപ്പിടിച്ചതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തുടർന്ന് രാജീവിനെയും രാജേന്ദ്രന്റെ സഹോദരിയെയും മറ്റു ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവരിൽ രാജീവിനെ മാത്രം പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചതെന്നും DCP നകുൽ രാജേന്ദ്ര പറഞ്ഞു. സെപ്റ്റംബർ 14-ന് അർദ്ധരാത്രിയോടെയാണ് പ്രതി രാജേന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. രാജീവിന്റെ അമ്മ ഓമനയ്ക്ക് വീട്ടിൽ അനധികൃത മദ്യ കച്ചവടമുണ്ട്. 14-ാം തീയതി രാത്രി 7:30-യോടെ രാജേന്ദ്രൻ ഓമനയുടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. തർക്കത്തിനിടെ രാജേന്ദ്രൻ ഓമനയെ കൈപിടിച്ച് തിരിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നാലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാജേന്ദ്രൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് രാജീവൻ സ്ഥലത്തെത്തുന്നത്. സംഭവം അറിഞ്ഞതോടെ ഇയാൾക്ക് പകയായി. തുടർന്ന് അർദ്ധരാത്രിയോടെ രാജേന്ദ്രനെ തിരഞ്ഞിറങ്ങി. രാത്രി 11:00-ഓടെ രാജേന്ദ്രൻ സഹോദരിയുടെ വീടിന്റെ ടെറസിലുണ്ടെന്നറിഞ്ഞ് പ്രതി ഇവിടെ എത്തി. തുടർന്ന് ഇയാളുമായി വഴക്കിട്ട് മർദ്ദിക്കുകയും ചെയ്തു. രാജേന്ദ്രനെ തറയിൽ തള്ളിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. മരണവെപ്രാളത്തിൽ രാജേന്ദ്രന്റെ നഖം കൊണ്ട് പ്രതിയുടെ ദേഹത്ത് പോറലേറ്റിരുന്നു. രാജേന്ദ്രന്റെ അബോധാവസ്ഥയിലായതോടെ രാജീവ് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. തുടർന്ന് സെപ്റ്റംബർ 17-ന് രാജേന്ദ്രന്റെ മരണവിവരം പുറത്തറിഞ്ഞു. പോലീസ് എത്തി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ പ്രതി നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് പോയി. ഇവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ശരീരത്തിലെ പോറലുകളെക്കുറിച്ചും മുറിവുകളെക്കുറിച്ചും ചോദിച്ചതോടെ പ്രതി പരിങ്ങി. തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കിള്ളിപ്പാലത്തുള്ള ഹോട്ടലിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പാചക തൊഴിലാളിയായിരുന്നു മരിച്ച രാജേന്ദ്രൻ. SHO V ജയപ്രകാശ്, SI-മാരായ ഡിബിൻ അനിൽകുമാർ, സജിത്ത്, ASI-മാരായ ബിജു ആർ നായർ, വനിതാ ASI-മാരായ സിബി, മൈന, SCPO സെൽവദാസ്, അനുരാജ്, കൃഷ്ണകുമാർ, ശ്യാം, രാഗി എന്നിവരുൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതി കൊലപാതകമൊക്കെ സമ്മതിക്കുകയുണ്ടായി. മാത്രമല്ല ഇനി അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു നീക്കം, നിർണായകമായ നീക്കം, വാരനാട് സ്വദേശിയായ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷയെ 13 വർഷം മുമ്പ് കാണാതായ കേസിലും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. വിശദമായി നോക്കാം വാർത്ത കൂടി. ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ് കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകൾ ഉൾപ്പെടുത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല കോടതിയുടെ അനുമതിയോടെ ജയിലിലെത്തി സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുക എന്ന നീക്കമായിരിക്കും പോലീസ് നടത്തുക. പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരിയായിരുന്നു ഐഷ. 2012-ലായിരുന്നു ഐഷയെ കാണാതായത്. കാണാതായതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കാമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നിലവിൽ ഐഷ തിരോധാന കേസിൽ കൊലപാതകത്തിനുള്ള വകുപ്പുകൾ കൂടി ചേർത്താകും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ പേരിൽ നടത്തിയ ഭൂമി ഇടപാടുകൾ, അതിന്റെ രേഖകൾ, അതിന്റെ വിവരങ്ങളൊക്കെ പോലീസ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയും വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട്. ബിന്ദു ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ വസ്തു വിൽപ്പനകൾക്കൊപ്പം മരണശേഷം ബിന്ദുവിന്റെ പേരിൽ പ്രതി CM സെബാസ്റ്റ്യൻ നടത്തിയ ഭൂമി ഇടപാടുകളും പരിശോധിക്കും. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വിൽപ്പനയുടെ അഡ്വാൻസ് തുകയായ 1 ലക്ഷം രൂപയോളം തട്ടിയെടുക്കാനായിരുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് സെബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തൽ. ബിന്ദുവിന്റെ അമ്മയുടെ പേരിൽ കടക്കരപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം 2003-ൽ വ്യാജരേഖകൾ ചമച്ചാണ് കൈമാറ്റം ചെയ്തത്. ഈ ഇടപാട് പിന്നീട് കോടതി റദ്ദാക്കുകയും ചെയ്തു. ബിന്ദുവിന്റെ മരണശേഷമാണ് ഇവരുടെ എറണാകുളം ഇടപ്പള്ളിയിലെ ഭൂമി വിൽപ്പന നടത്താനുള്ള അവകാശം സെബാസ്റ്റ്യന് നൽകിക്കൊണ്ടുള്ള മുക്തിയാർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി.
അതേസമയം ബിന്ദു പത്മനാഭ വധക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രതി CM സെബാസ്റ്റ്യനെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡ് ചെയ്ത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ തെളിവുകൾ കിട്ടുന്നതനുസരിച്ച് സെബാസ്റ്റ്യനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. ഇയാളെ നേരത്തെ മറ്റ് കേസുകളിലൊക്കെ, അതായത് ബിന്ദു പത്മനാഭ വധക്കേസിലടക്കം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഇയാൾ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. താനാണ് കൊലപ്പെടുത്തിയത്, ഷോൾ കഴുത്തി മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് നടക്കുമുള്ള നിർണായക വെളിപ്പെടുത്തലൊക്കെ സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘം മുഴുവൻ ശേഷി ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശം പ്രയോജനപ്പെടുത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്തത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതായത്. അച്ഛനമ്മമാരുടെ വിയോഗശേഷം ഒറ്റപ്പെട്ട അവസ്ഥയിലായ ബിന്ദു വസ്തു വിൽപ്പനയ്ക്കാണ് പള്ളിപ്പുറ സ്വദേശി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്. കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പെൻഷൻ 2006 പകുതി വരെ ബിന്ദു കൈപ്പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ശേഷമാണ് ബിന്ദുവിന്റെ ഭൂമി വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ വിറ്റത്. ബിന്ദുവിനെ കൊന്ന ശേഷമാണിതെന്ന നിഗമനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് എത്തിയത്. എന്നാൽ ശാസ്ത്രീയ ചോദ്യം ചെയ്യലും സെബാസ്റ്റ്യൻ അക്കാര്യം വെളിപ്പെടുത്തിയില്ല. നുണപരിശോധന ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവായി. പിന്നീട് അന്വേഷണം വഴിമുട്ടി. അടുത്തിടെ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനം അന്വേഷിച്ച കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനിലേക്ക് എത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണിത്. സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തി. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലാണ് ബിന്ദുവിനെ കൊന്നത് സെബാസ്റ്റ്യൻ എന്ന് വെളിപ്പെടുത്തിയത്. അതോടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു. ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത പതിവ് രീതിയായിരുന്നു ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ ഇയാൾ സ്വീകരിച്ചത്. വെള്ളിയാഴ്ചയോടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. ഒടുവിൽ കുറ്റസമ്മതം. ബിന്ദുവിന്റെ വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ 2017 നൽകിയ പരാതിയിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. എന്തായാലും ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടി എന്നാണ് പ്രതി സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയത്. പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളായി കുഴിച്ചിട്ടുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. നിലവിൽ പ്രതി സെബാസ്റ്റ്യൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. എങ്ങനെ ഒരു മനുഷ്യന് ഇത്തരത്തിൽ മറ്റൊരു മനുഷ്യ ശരീരം വെട്ടി നുറുക്കി പലയിടങ്ങളായി കുഴിച്ചിടാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇയാൾ ചോദ്യം ചെയ്യലിനിടെ നടത്തിയത്. 2006 മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നതെന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. പിന്നീട് പഴകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എല്ലുകൾ കത്തിച്ച ശേഷം ശരീരഭാഗങ്ങൾ പലയിടത്തായി സംസ്കരിക്കുകയായിരുന്നു. അതേസമയം ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ഇയാളുടെ മൊഴി അനുസരിച്ച് പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. 17 വർഷം മുൻപാണ് ബിന്ദു പത്മനാഭനെ കാണാതായത്. ഇതിന് പിന്നാലെ ബിന്ദു കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ച് അടുത്തിടെയാണ് പോലീസ് കേസെടുത്തത്. 2006 തന്നെ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റ്യൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയത്.